വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെ അല്ല, എന്റെ ഫ്രണ്ട്സിനെയാണ്. ഒരു മിനിറ്റ്, ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ, പഴയ പോലെ ഒന്നുമല്ല. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്റെ അടുത്ത് നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും. മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്റെ വീട്ടിൽ വന്നു. ലാലേട്ട വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞത് വെറുതെയല്ല എങ്കിൽ ഇപ്പോൾ കയറ്റണം. നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത്? സംഭവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പ്രമുഖ കോടീശ്വരന്റെ പാലുകാച്ചലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. നിരവധി സെലിബ്രിറ്റികളാണ് ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയത്. എന്നാൽ ലെസ്ബിയൻ കപ്പിൾസായ ആദില നൂറ ഇവരെ വിളിച്ചു വരുത്തി അപമാനിച്ചതാണ് ചർച്ചയാവുന്നത്. ഫൈസൽ ഇട്ട പോസ്റ്റാണ് പ്രശ്നമായത്. എന്താ നിന്റെ വിചാരം? പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണ്. പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് മുൻകൂട്ടി അറിയില്ല എന്നായിരുന്നു പറയുന്നത്. സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചും പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് ഒരു നല്ല സന്ദേശവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നതെന്നാണ് മുതലാളിയുടെ വാദം. അവരെ ക്ഷണിക്കാതിരുന്നാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എന്നാൽ വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നോ കോൺടാക്ട് നമ്പർ വാങ്ങിയതെന്നാണ് ബിഗ് ബോസ് താരം റസ്പിൻ ചോദിക്കുന്നത്. എന്തായാലും ഫൈസലേക്ക് ഇപ്പോൾ ഏറിലാണ്. ആദിലെ നൂറയെയും വീട്ടിൽ കയറ്റുമെന്ന് ലാലേട്ടൻ ശരിക്കും പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ക്ഷണിക്കണമെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. ഈ സംഭവത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.